നമസ്കാരം. മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടിയാണ് ശാലിനി. ശാലിനിയുടെ പഴയ സിനിമകളെല്ലാം കാണുമ്പോൾ ഇപ്പോഴും മലയാളികൾ പറയുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത്തരത്തിലൊരു നടി മലയാള സിനിമയിൽ ആദ്യമാണ് എന്നുള്ളത്. മാത്രമല്ല, ഒരു ഭാഗ്യ നായികയായിരുന്നു ശാലിനി. കുട്ടിക്കാലത്ത് ശാലിനി അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരമായിരുന്നു. ഇങ്ങനെ ഒരു കുഞ്ഞു വാവ തങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം പറയാൻ. കാരണം അത്രത്തോളം പ്രേക്ഷകരായിരുന്നു ആ ബേബി ശാലിനിക്ക് ഉണ്ടായിരുന്നത്. പിന്നാലെ ശാലിനി പഠനത്തിന്റെ തിരക്കിലേക്ക് പോയി പിന്നീട് നായികയായിട്ട് തിരിച്ചു വന്നപ്പോഴും ഇരു കൈ നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഭാഗ്യനായിക എന്ന് പറയുന്നത്. പിന്നീട് അമർക്കളം എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ തമിഴ് നടൻ അജിത്തുമായി പ്രണയത്തിലാവുകയും പിന്നീട് അവർ വിവാഹിതരാവുകയുമായിരുന്നു. പിന്നാലെ നടി സിനിമയിൽ നിന്ന് തന്നെ വിട്ടുനിന്നു. പക്ഷേ ശാലിനി അഭിനയിച്ച സിനിമകളൊന്നും ഇന്നും മലയാളികൾക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ശാലിനിയെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും കുഞ്ചാക്കോ ബോബനെ കുറിച്ചും പറയണം. ശാലിനി കുഞ്ചാക്കോ ബോബൻ ജോഡി ഒരു സമയത്ത് മലയാള സിനിമയിൽ ഹിറ്റ് ജോഡികളായിരുന്നു. ഇപ്പോഴത്തെ ശാലിനിയെക്കുറിച്ചും കുഞ്ചാക്കോ ബോബനെക്കുറിച്ചും കുഞ്ചാക്കോ ബോബന്റെ പിതാവ് ബോബൻ കുഞ്ചാക്കോയെക്കുറിച്ചും സംസാരിക്കുകയാണ് ആലിപ് അഷ്റഫ്. ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേബി ശാലിനിയുടെ തിരക്കുകളെക്കുറിച്ച് പറയുമ്പോൾ കുഞ്ചാക്കോ ബോബന്റെ പിതാവ് ബോബൻ കുഞ്ചാക്കോ വളരെ പശ്ചാത്തലത്തോടെ പറഞ്ഞ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നു. മകളുടെ തിരക്ക് കാരണം പിതാവ് നേരിടേണ്ടി വന്ന സങ്കടമാണത്. ബോബൻ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ആഴി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ബേബി ശാലിനിയുടെ ഡേറ്റ് വാങ്ങിയിരുന്നു. ആ ഡേറ്റ് പ്രകാരം അവർ ഷൂട്ടിംഗ് ചാർട്ട് ചെയ്തു. ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോൾ ബേബി ശാലിനി എത്തേണ്ട ദിവസം എത്തിയില്ല. അന്നത്തെ ഷൂട്ടിംഗ് മുടങ്ങി. അടുത്ത ദിവസം എത്താമെന്ന് ഏറ്റിരുന്നെങ്കിലും അന്നും എത്തിയില്ല. മൂന്നാമത്തെ ദിവസം എറണാകുളം കായലിനോട് ചേർന്നുള്ള സുഭാഷ് പാർക്കിലായിരുന്നു ഷൂട്ടിംഗ്. ലൊക്കേഷനിലേക്ക് ശാലിനിയുമായി ബാബു എത്തി. കായലിന്റെ തിട്ടയിൽ നിന്നിരുന്ന ബോബച്ചന്റെ അടുക്കിലേക്ക് ബാബു ചെല്ലുന്നു. 2 ദിവസം ഷൂട്ടിംഗ് മുടങ്ങിയതിൽ ക്ഷുഭിതനായ ബോബച്ചനോട് തനിക്ക് എത്താൻ കഴിയാത്തതിന്റെ കാരണം വിവരിച്ചു. പറഞ്ഞു മുഴുവിപ്പിക്കും മുമ്പ് ഒറ്റ അടി ബാബുവിന്റെ കരണം നോക്കി ബാബച്ചൻ കൊടുത്തു. അടി കൊണ്ട ബാബു കായലിൽ വീണ് നിലയില്ലാതെ കാലും കൈയുമിട്ട് അടിച്ചു. അത് കണ്ട ബേബി ശാലിനി ഡാഡി എന്ന് വിളിച്ച് ഉറക്കെ നിലവിളിച്ചു. അത് കണ്ട് ഓടിയെത്തിയ യൂണിറ്റുകാർ അദ്ദേഹത്തെ രക്ഷിച്ച് കരയ്ക്കെത്തിച്ചു. അന്നത്തെ ഷൂട്ടിംഗ് മുടങ്ങി. പിന്നീട് എല്ലാവരും ഇടപെട്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചെന്നും ആലിപ് അഷ്റഫ് പറഞ്ഞു. അന്ന് പാവപ്പെട്ടവരാണ് ശാലിനിയുടെ പിതാവ് ബാബു. എന്നാൽ പിൽക്കാലത്ത് ബാബു ധനികനായി മാറി. ഇതേക്കുറിച്ച് ആലിപ് അഷ്റഫ് സംസാരിക്കുന്നുണ്ട്. അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാരിദ്ര്യവും ദുരിതവും പേറിയിരുന്ന ബാബുവിന് ഇന്ന് വാടക വീടിന് പകരം വീടുകൾ, ബംഗ്ലാവുകൾ, കാറുകൾ, ആഡംബര കാറുകൾ കോടികളുമായെന്നാണ് ആലിപ് അഷ്റഫ് പറഞ്ഞത്. തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബോബൻ കുഞ്ചാക്കോയുടെ മകൻ കുഞ്ചാക്കോ ബോബനും ബാബുവിന്റെ മകൾ ശാലിനിയും പിൽക്കാലത്ത് ഹിറ്റ് ജോഡിയായി മാറി. അനിയത്തിപ്രാവ്, നിറം എന്നീ സിനിമകളിലെ ഇവരുടെ കെമിസ്ട്രി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കൗതുകകരമായ മറ്റൊരു കാര്യം, ബോബൻ കുഞ്ചാക്കോയുടെ കുടുംബത്തോളമോ അതിലേറെയോ ധനികരായി ബാബുവിന്റെ കുടുംബം മാറിയെന്നതാണ്. ഒരു ഘട്ടത്തിൽ കുഞ്ചാക്കോ ബോബൻ സിനിമാ രംഗത്ത് മാറി നിന്നിരുന്നു. താൻ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നെന്ന് കുഞ്ചാക്കോ ബോബൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും ശാലിനി തമിഴിലെ സൂപ്പർ സ്റ്റാർ അജിത്തിനെ വിവാഹം ചെയ്ത് കുടുംബജീവിതം തുടങ്ങി. അതേസമയം സിനിമാ പാരമ്പര്യമുള്ള കുടുംബമായിരുന്നുവെങ്കിലും കുഞ്ചാക്കോ ബോബന്റെ ലക്ഷ്യത്തിൽ സിനിമ ഉണ്ടായിരുന്നില്ല. അപ്പന്റെ ആഗ്രഹമാണ് സിനിമ പരീക്ഷിക്കാൻ നടനെ പ്രേരിപ്പിച്ചത്. 29 വർഷമായി മലയാള സിനിമയുടെ ഭാഗമാണ് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ചാക്കോച്ചൻ. കുഞ്ചാക്കോ ബോബനോടുള്ള അതേ സ്നേഹം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും പ്രേക്ഷകർക്കുണ്ട്. 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നടന് ആദ്യത്തെ കൺമണി പിറന്നപ്പോൾ താരത്തിന്റെ കുടുംബത്തെക്കാൾ കൂടുതൽ സന്തോഷതും ആഘോഷതും നടന്റെ ആരാധകരും മലയാളി പ്രേക്ഷകരുമായിരുന്നു. തന്റെ ഭാര്യയെക്കുറിച്ചും അപ്പനെക്കുറിച്ചും ഏകമകനെക്കുറിച്ചും നടൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം സംസാരിച്ച വാക്കുകളും ചർച്ചയാകുന്നുണ്ട്. ആദ്യം ഭാര്യ പ്രിയയുമൊത്തുള്ള പഴയ ഒരു ഫോട്ടോയെക്കുറിച്ചാണ് നടൻ സംസാരിച്ചു തുടങ്ങിയത്. വീട്ടുകാർ അറിയാതെ കറങ്ങാൻ പോയപ്പോൾ ഞങ്ങൾ പകർത്തിയതാണ്. വീടിനടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. 8 കൊല്ലത്തോളം പ്രണയിച്ച ശേഷമാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത്. എന്റെ രണ്ടാമത്തെ സിനിമയായ നക്ഷത്ര താരാട്ടിന്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ പങ്കജ് ഹോട്ടലിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അന്ന് മൊബൈൽ ഫോൺ പോലുള്ളതൊന്നും പ്രചാരത്തിലുള്ള കാലമല്ല. എന്നെ കാണാനും സംസാരിക്കാനും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാനുമായി ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ ലോബിയിൽ ആളുകൾ വരും. ക്യാമറയുമായിട്ടാണ് വരുന്നത്. ഓട്ടോഗ്രാഫും വാങ്ങിക്കും. അക്കൂട്ടത്തിൽ കുറച്ച് കോളേജ് വിദ്യാർത്ഥിനികളും ഉണ്ടായിരുന്നു. അവരിൽ ഒരാൾ പ്രിയയായിരുന്നു. ആ സമയത്ത് പെട്ടുപോയതാണ്. പ്രിയയുടെ കാര്യത്തിൽ ഫസ്റ്റ് സൈറ്റ് ലവ് ആയിരുന്നു. അന്ന് കുട്ടിയുടെ പേരും വിവരങ്ങളും കണ്ടുപിടിക്കാൻ കഷ്ടപ്പാടായിരുന്നു. പക്ഷെ സംഭവിച്ചു. എനിക്കുള്ള അരിമണിയിൽ എഴുതിയിരുന്നത് പുള്ളിക്കാരിയുടെ പേരായിരുന്നു. കുഞ്ചാക്കോ ബോബൻ പറയുന്നു. മകനെ ആദ്യമായി കയ്യിൽ കിട്ടിയപ്പോഴുള്ള അനുഭവമാണ് പിന്നീട് പങ്കുവച്ചത്. 14 കൊല്ലത്തിന് ശേഷം ഞങ്ങളെ ചവിട്ടാൻ വന്നയാളാണ് അവൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നയാളാണ്. വൈഫിന് അവൻ നല്ല ഇടി കൊടുക്കും. പവർ പാക്ഡ് ഇടിയും ചവിട്ടുമാണ്. ക്ഷമിക്കടി, എന്ത് ചെയ്യാൻ പറ്റും, മകനായി പോയില്ലേ എന്ന് ഞാൻ പ്രിയയോട് പറയും. ഒന്നേ ഉള്ളൂ എന്നതുകൊണ്ട് ക്ഷമിക്കുന്നു, അല്ലെങ്കിൽ ഇടിച്ച് പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തേനെ എന്ന് പറയും പ്രിയ. ഞാൻ അപ്പന് കൊടുത്തിട്ടുള്ള പണി എനിക്ക് തന്നുള്ള ഐറ്റം ആണല്ലോ ഇത് എന്നാണ് മോനെ ആദ്യമായി കയ്യിൽ കിട്ടിയപ്പോൾ തോന്നിയത്. പിന്നെ അവനാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അവൻ. ഇവൻ നന്നായിട്ട് വരേണ്ടത് അവരുടെ കൂടി ഉത്തരവാദിത്തമാണെന്നും നടൻ പറഞ്ഞു. പിന്നീട് പിതാവിനൊപ്പമുള്ള ഓർമ്മകളാണ് പങ്കുവച്ചത്.
അപ്പൻ പണ്ട് കട്ട ലുക്കായിരുന്നു. അതിന്റെ 4 അയലത്ത് പോലും ഞങ്ങൾ ആരും വരില്ല. അപ്പനും വർഷങ്ങൾക്ക് മുമ്പ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ മക്കളെയും പോലെ അപ്പനായിരുന്നു എന്റെ ഹീറോ. സിനിമയിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ എന്നെ സിനിമയിൽ കാണാൻ അപ്പൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന എന്റെ ഫോട്ടോ കണ്ട് ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ വഴക്ക് കൂടാറുണ്ടായിരുന്നു. അപ്പൻ ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു. 100 സിഗരറ്റ് എങ്കിലും ഒരു ദിവസം വലിക്കുമായിരുന്നു. ചില സിനിമകളിൽ നോക്കിയാൽ ആഷ്ട്രയിൽ 4 എണ്ണം പുകഞ്ഞുകൊണ്ടിരിക്കുന്നതും കയ്യിൽ 1 എണ്ണം എരിഞ്ഞുകൊണ്ടിരിക്കുന്നതും കാണാം. എന്റെ ഫ്രണ്ട്സ് എന്നെ കാണാൻ വീട്ടിൽ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ദൈവിക പരിവേഷമാണെന്ന്. കാരണം ചുറ്റും പുക കാണും. അതിന്റെ പേരിൽ അപ്പന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. ഇക്കാര്യത്തിനാണ് ഞങ്ങൾ വഴക്കിട്ടിട്ടുള്ളത്. ഇനി ഒരു റൊമാൻറ്റിക് സിനിമ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു: എന്റെ പ്രായത്തിനനുസരിച്ചുള്ള റൊമാൻറ്റിക് സിനിമ വന്നാൽ ചെയ്യും. രാമന്റെ ഏതൻ തോട്ടം എന്ന സിനിമ ചെയ്ത ശേഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ മെസ്സേജുകൾ വന്നത്. ആ സമയത്ത് പ്രിയോട് ഞാൻ പറയുമായിരുന്നു, ഞാൻ വഴി തെറ്റാതെ എന്നെ നോക്കിക്കൊള്ളണമെന്നും കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. അതേസമയം വിവാഹം കഴിഞ്ഞാൽ നായിക നടിമാർ സിനിമ വിട്ട് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങുന്നത് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ കീഴ്വഴക്കമായിരുന്നു. കാലവും കാഴ്ചപ്പാടുകളും മാറിയതോടെ അത്തരം കീഴ്വഴക്കങ്ങളും പതിയില്ലാതായി. ഇത്തരം ആചാരങ്ങൾ നിലനിന്നിരുന്ന സമയത്ത് കുടുംബജീവിതത്തിന് വേണ്ടി സിനിമ വിട്ടുപോയ കലാകാരിയാണ് ശാലിനി. 4 വയസ്സ് മുതൽ സ്ക്രീനിൽ തിളങ്ങാൻ തുടങ്ങിയതാണ് ശാലിനി. അന്ന് ബേബി ശാലിനി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ വിവിധ ഭാഷകളിൽ സിനിമകൾ ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചു. പിന്നീട് പഠനത്തിന് വേണ്ടി സിനിമയിൽ നിന്നും വിട്ടുനിന്നു. ശേഷം അനിയത്തി പ്രാവിലെ മിനിയായി 2ാം വരവ് നടത്തി. പൊതുവെ 2ാം വരവിൽ സിനിമയിൽ ഹിറ്റുകൾ സൃഷ്ടിക്കുക എന്നത് എല്ലാവർക്കും സാധ്യമല്ല. പക്ഷേ അവിടെയും ശാലിനിക്ക് വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അനുഗ്രഹീത കലാകാരിയാണ് നടിയെന്ന് തന്നെ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു. അനിയത്തി പ്രാവിന് ശേഷം തമിഴിലും മലയാളത്തിലും സിനിമകൾ ചെയ്ത ശാലിനി നടൻ അജിത്തിനെ വിവാഹം ചെയ്ത ശേഷമാണ് സിനിമ വിട്ടത്. അമർക്കളം സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലായത്. വിവാഹത്തിന് മുമ്പ് തന്നെ അജിത്ത് മുൻകൈയെടുത്ത് ശാലിനി കമ്മിറ്റ് ചെയ്ത സിനിമകളുടെ എല്ലാം ഷൂട്ടിംഗ് പൂർത്തിയാക്കി വെച്ചു. വിവാഹശേഷം വളരെ വിരളമായി മാത്രമാണ് നടി മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. മക്കൾ വലുതായ ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ പോലും നടി ആക്റ്റീവായി തുടങ്ങിയത്. അജിത്ത് 1-2 വർഷങ്ങൾ കൂടുമ്പോഴാണ് സിനിമകൾ ചെയ്യുന്നത്. ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ യാത്രകളും കാർ റേസിംഗും എല്ലാമായി തിരക്കിലാണ് അജിത്ത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ചുമതലയും മക്കളുടെ ഉത്തരവാദിത്തങ്ങളും എല്ലാം ശാലിനിയാണ് കൃത്യമായി നിർവഹിക്കുന്നത്. ഇടയ്ക്ക് അജിത്തിന് പകരക്കാരിയായി സിനിമാക്കാരുടെ ഫംഗ്ഷനുകളിലും പൊതുചടങ്ങുകളിലും മൂവി ഷോകളിലും പങ്കെടുക്കും. അത്തരത്തിൽ നടി കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ഒരു ഫംഗ്ഷനിൽ നിന്നുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചയായിരുന്നു. ചെന്നൈയിൽ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച GDC ഗ്ലോ കാർണിവലിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നടി. പക്ഷേ സിനിമ പ്രൊമോഷനായി ശാലിനി കേരളത്തിലെത്തിയെന്ന തരത്തിലായിരുന്നു വീഡിയോ പ്രചരിച്ചത്. ചുവന്ന സൽവാറിൽ അതീവ സുന്ദരിയായി കാർണിവൽ ആസ്വദിക്കുന്ന ശാലിനിയുടെ വീഡിയോ അതിവേഗത്തിൽ ചർച്ചയായി. കേരളത്തിൽ വന്നിട്ട് മലയാളം സംസാരിക്കാൻ നടിക്ക് മടിയാണോ അതോ മലയാളം മറന്നോ എന്ന തരത്തിലായിരുന്നു കമന്റുകൾ. പലരും നടി കേരളത്തിൽ വന്നപ്പോഴുള്ളതല്ല വീഡിയോ എന്ന് പോലും മനസ്സിലാക്കാതെയാണ് ശാലിനിയെ വിമർശിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ നിന്നും വ്യക്തമായിരുന്നു. ഒരു സമയത്ത് തെന്നിന്ത്യ ഭരിച്ചിരുന്ന നടിയാണെന്നോ സൂപ്പർ താരത്തിന്റെ പത്നിയാണെന്നോ ഉള്ള ജാട കാണിക്കാതെ ഫോട്ടോ ചോദിച്ചവർക്കെല്ലാം ഒപ്പം നിന്ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് വിദ്വേഷ കമന്റുകളാണ് വീഡിയോയ്ക്ക് ഏറെയും വന്നതെന്നാണ് മറ്റൊരു വസ്തുത. അന്യനാട്ടിൽ ജീവിച്ചാൽ മാതൃഭാഷ മറക്കുമോ? ശാലിനി തന്നെയല്ലേ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ.